ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ഷിഹാബ് ഹോട്ടൽ. ഞാനിപ്പോൾ പാതിപാലിക്കാലിലാണ്. കുറേ പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട്, പക്ഷെ ഒരു ഫുൾ ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ പാതിപാലിക്കാലിൻ്റെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ കാണാം. പിന്നെ അതേപോലെ ഇവിടെ വന്നവരായിരിക്കും കുറേ ആളുകൾ, വരാത്തവർക്കൊക്കെ വേണ്ടിയിട്ടാണ്. ലൊക്കേഷൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ഷെയർ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടെ കുറേ മനോഹരമായ കാഴ്ചകൾ നമുക്ക് കാണാം. ഇപ്പോൾ വാദിബിങ്കാലത്തിൽ നേരിട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ വെള്ളം ഇങ്ങനെ മുകളിൽ നിന്ന് ഒലിച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഞങ്ങൾ ആ ഗുഹ അങ്ങോട്ട് കാണാനാണ് പോകുന്നത്. എന്തായാലും അത് കിട് വൈബ് സ്ഥലമാണ്. അവിടെ സ്വിമ്മിങ് ചെയ്യാനൊക്കെ പറ്റിയ നല്ലൊരു സ്ഥലമാണ്. അപ്പോൾ നമ്മളെ കൂട്ടുകാരൊക്കെ അവിടെ പോയിട്ടുണ്ട്. ഇന്ന് നമ്മളൊന്നും അവിടെ പോയി നോക്കാം. ശ്രദ്ധിക്കുക, സ്ലിപ്പാവും. നല്ല ശ്രദ്ധിക്കുക. ഫാമിലിയായിട്ടൊക്കെ വരുമ്പോൾ കുട്ടികളെ നല്ലോണം കെയർ ചെയ്യുക. ഫുള്ള് കല്ലാണ്, പണി നല്ലോണം കിട്ടും. ഓക്കെ, ഫോട്ടോസിനൊക്കെ നല്ല സീനറി കിട്ടുമെന്ന് പറഞ്ഞാൽ കിട്ടുവാണ്. കഷ്ടപ്പെട്ട് കടന്നു വരുന്ന അലവി പൈസ ഫുട്ബോളെ കൊടുത്തേ എന്താണ് അവസ്ഥ? പോയി നോക്കി തീരുന്നില്ല. അങ്ങോട്ട് മുന്നോട്ട് വീഡിയോ ഫോട്ടോ എടുക്കാൻ പോലല്ല. അപ്പൊ കൊറേ പേര് കുളിച്ചിങ്ങനെ വരുന്നുണ്ട്. പോട്ടെ പോട്ടെ. നമ്മുടെ ഫൈസലൊക്കെ സ്വിമ്മിങ്ങിന് പോലെ ഇവിടുന്ന് നേരെ പോയി കഴിഞ്ഞാൽ ലാസ്റ്റ് വരെ പോകാനുള്ള പ്ലാനാണ്. റാഷിദ് പകുതി വെച്ച് നിർത്തി. നീ വിട്ടോ? ആ വിട്ടോ. നമ്മളെ ചെക്കനെ വരുന്നത് റാഷി എന്ത് പറ്റി? ആ വിട്ടോ. ചങ്ങായിമാരിതായിട്ട് അടുത്താണ് വരുന്നത്. അമീൻ ഇതാ വരുന്നത്. അമീൻ അത് പോകുന്നവര് അവരങ്ങനെ അങ്ങോട്ട് നീന്തി പോകാനുള്ള പ്ലാനിലാണ്. അപ്പൊ നമ്മളെ ഫൈസല് ഒരു ഹാപ്പി ആട്ടോ, ഫുൾ എൻജോയ്മെന്റ്. ഞാൻ ഫുള്ള് വീഡിയോ എടുക്കില്ല, അതുകൊണ്ട് വെള്ളത്തിൽ ഇറങ്ങി. ഫൈസൽ എങ്ങനെയുണ്ട്? സാരിക്കോ?
അപ്പൊ ഇതൊക്കെയാണ് വാദി ബംഗാളിന്റെ കാഴ്ചകള്. എന്തായാലും അടിപൊളി വൈബ് സ്ഥലം. ഇതുവരെ വാദി ബംഗാളിൽ വരാത്തവരൊക്കെ വന്നോളിട്ടു. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒമാനിൽ ഉണ്ടായിട്ട് ഇവിടെ വന്നാൽ നിങ്ങൾക്ക് ഒരിക്കലും മിസ്സാവില്ല. പിന്നെ അതേപോലെ തന്നെ GCC പുറത്ത് വരുന്നവർക്കും ഇവിടെ വന്ന് എൻജോയ് ചെയ്ത് പോകണം. അത്രക്കും നാച്ചുറലായിട്ടുള്ള സ്ഥലമാണ്. ഏത് സമയം ടൂറിസ്റ്റിന് ഇങ്ങോട്ട് വരാൻ പറ്റും. ഓക്കെ, അപ്പോൾ വീണ്ടും കാണാം. എല്ലാ വീഡിയോയുമായിട്ട് ബൈ.